നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ മേഖലയിലും സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്നു. കേരളത്തിന് പുറത്തുനിന്നുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് എന്ന വ്യാജേന വീഡിയോ കോളുകൾ വിളിച്ചാണ് ആളുകളെ ഭയപ്പെടുത്തി പണം തട്ടുവാൻ ശ്രമിക്കുന്നത്. തൊടുപുഴയിലും സൈബർ തട്ടിപ്പിന് ശ്രമം നടന്നു. കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ IMA ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മുണ്ടുനടിൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അൽ-അസർ മെഡിക്കൽ കോളേജിൽ ന്യൂറോ സർജറി വിഭാഗം പ്രവർത്തനം ആരംഭിക്കുകയാണെന്ന് ഡയറക്ടർ ഡോക്ടർ KM റിജാസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദമ്പതികൾ പരസ്പരം കാവൽ മാലാഖമാരാകണമെന്ന് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഇടുക്കി മേഖലാ സമ്മേളനം ചെറുതോണിയിൽ നടന്നു. ചെറുതോണി വ്യാപാര ഭവനിൽ നടന്ന മേഖലാ സമ്മേളനം ഫോട്ടോഗ്രാഫി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KM മാണി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തൊടുപുഴ മേഖലയിലും സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്നു. കേരളത്തിന് പുറത്തുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് എന്ന വ്യാജേന വീഡിയോ കോളുകൾ വിളിച്ചാണ് ആളുകളെ ഭയപ്പെടുത്തി പണം തട്ടുവാൻ ശ്രമിക്കുന്നത്. ഫോൺ വീഡിയോകൾ അയച്ചതായും സാമ്പത്തിക ഇടപാടുകൾ നടത്തി രാജ്യദ്രോഹം ചെയ്തുവെന്ന പേരിലും കേസുകൾ ഉണ്ടെന്ന വ്യാജേനയാണ് ഫോൺ കോളുകൾ വരുന്നത്. വീട്ടുകാരെ ഹൗസ് അറസ്റ്റ് നടത്തിയതായി പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഭയപ്പെടുത്തുന്നതും തട്ടിപ്പുകാരുടെ രീതിയാണ്. തൊടുപുഴ തയ്യക്കോടത്ത് ചന്ദ്രമോഹനും കുടുംബവും തലനാരിഴയ്ക്കാണ് തട്ടിപ്പുകാരിൽ നിന്നും രക്ഷപ്പെട്ടത്. സൈബർ തട്ടിപ്പുകൾ കൂടി വരുന്നു. അജ്ഞാതരുടെ വീഡിയോ കോളുകൾ എടുക്കുന്നവരാണ് കൂടുതലും തട്ടിപ്പിന് ഇരയാകുന്നത്. വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരും ഇത്തരം കെണികളിൽ വീഴുന്നു എന്നാണ് പോലീസ് കേന്ദ്രങ്ങൾ പറയുന്നത്. ഇത്തരം ഒരു സംഭവമാണ് ഏറ്റവും ഒടുവിൽ ആഗ്രയിൽ നിന്നും പുറത്തുവരുന്നത്. മകൾ സെക്സ് റാക്കറ്റിൽ അകപ്പെട്ടെന്ന് വ്യാജ ഫോൺ കോളിൽ മനം നൊന്ത അധ്യാപിക ഹൃദയാഘാതം മൂലം മരിച്ചു. തിങ്കളാഴ്ചയാണ് സംഭവം. ആഗ്രയിലെ സർക്കാർ സ്കൂൾ അധ്യാപികയായിരുന്ന 58 വയസ്സുള്ള മാൽതി വർമ്മയാണ് ഹൃദയം തകർന്ന് മരിച്ചത്. തിങ്കളാഴ്ച മാൽതിക്കെത്തിയ വാട്സാപ്പ് കോളിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ചിത്രമാണ് DP-ആയി ഉണ്ടായിരുന്നത്. കോളേജ് വിദ്യാർത്ഥിനിയായ മകളെ സെക്സ് റാക്കറ്റ് സംഘത്തോടൊപ്പം പിടിച്ചെന്നാണ് അയാൾ പറഞ്ഞത്. മകൾ സുരക്ഷിതയായി വീട്ടിൽ എത്തണമെങ്കിൽ 1 ലക്ഷം രൂപ അയാൾ പറയുന്ന അക്കൗണ്ടിലേക്ക് ഇടണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായും മാൽതിയുടെ മകൻ ദീപാൻഷു പോലീസിനോട് പറഞ്ഞു. പണം നൽകിയാൽ മകൾക്കെതിരെയുള്ള കേസ് ഒഴിവാക്കാമെന്നും വിളിച്ചയാൾ പറഞ്ഞെന്ന് ദീപാൻഷു അറിയിച്ചു. ആഗ്രയിലെ അജ്നേരിയിൽ സർക്കാർ സ്കൂൾ അധ്യാപികയാണ് എൻ്റെ അമ്മ. ഈ കോൾ വന്നതിന് പിന്നാലെ ഭയന്ന് വിറച്ച് അമ്മ എന്നെ വിളിച്ചിരുന്നു. കോൾ വന്ന നമ്പർ ഞാൻ പരിശോധിച്ചപ്പോൾ +92 എന്നാണ് തുടങ്ങുന്നത്. അത് കണ്ടപ്പോഴേ തട്ടിപ്പാണെന്ന് മനസ്സിലായി. അമ്മ അപ്പോഴും പരിഭ്രാന്തിയിലായിരുന്നു. എന്തോ തളർച്ച പോലെ തോന്നുന്നതായും പറഞ്ഞു. ഞാൻ വീണ്ടും പ്രശ്നമൊന്നുമില്ലെന്നും കോളേജിലുള്ള സഹോദരിയെ വിളിച്ചിരുന്നുവെന്നും പറഞ്ഞെങ്കിലും അമ്മയ്ക്ക് ആശ്വാസമായില്ല. അമ്മയുടെ ആരോഗ്യനില മോശമാവുകയും സ്കൂളിൽ നിന്ന് തിരികെ വന്നപ്പോൾ വേദന അനുഭവപ്പെടുന്നതായി പറയുകയും ചെയ്തു. ഞങ്ങൾ വെള്ളം നൽകി. അത് കുടിച്ചതിന് ശേഷം വേദന കൂടുകയും മരിക്കുകയുമായിരുന്നു. ദീപാൻഷു പറഞ്ഞു. സംഭവത്തിൽ കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഫോണിലൂടെ ഒരു വീഡിയോ കോൾ വരുന്നു. ആരാണ് ഈ നേരത്തെ വീഡിയോ കോൾ വിളിക്കാൻ എന്ന ആത്മകഥത്തോടെ ഒരാൾ കോൾ എടുക്കുന്നു. സൂക്ഷിച്ചു നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു സ്ത്രീയുടെ നഗ്ന ശരീരം. കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് കോൾ കട്ടാകുന്നു. പക്ഷേ അത്രയും സമയം മതിയായിരുന്നു തട്ടിപ്പുകാർക്ക്. കയ്യിലെ കാശെല്ലാം കാലിയാക്കുന്ന തട്ടിപ്പുകാരുടെ വലയിലേക്ക് അയാൾ വീണു കഴിഞ്ഞു. പിന്നാലെ എത്തുന്നത് ബ്ലാക്ക് മെയിൽ കോളാണ്. നഗ്ന ശരീരത്തിനോടൊപ്പം കോൾ സ്വീകരിച്ചയാളുടെ ചിത്രം വെച്ചുള്ള സ്ക്രീൻഷോട്ട് കൂടി വരുന്നതോടെ തട്ടിപ്പ് വല മുറുകിക്കഴിഞ്ഞു. ഇത്തരം ഒരു ഘട്ടത്തിൽ നാം എന്ത് ചെയ്യണം? ഉടൻ പോലീസിൽ വിവരം അറിയിക്കുകയാണ് ചെയ്യേണ്ടത്. അനുദിനം ഇത് സംബന്ധിച്ച് കേരള പോലീസ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അറിയിപ്പുകൾ നൽകുന്നുണ്ടെങ്കിലും പലരും തട്ടിപ്പിന് ഇരയാകുന്ന സ്ഥിതിയാണ്. കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ റിട്ടയർഡ് നേവി ഉദ്യോഗസ്ഥൻ തലനാരിഴയ്ക്കാണ് തട്ടിപ്പിൽ നിന്നും രക്ഷപ്പെട്ടത്. തൊടുപുഴ തയ്യക്കോടത്ത് ചന്ദ്രമോഹനും ഭാര്യ രാധാമണിയുമാണ് സൈബർ തട്ടിപ്പ് സംഘത്തിന്റെ കെണിയിൽ 2.5 മണിക്കൂറോളം ഇരിക്കേണ്ടി വന്നത്. അതേക്കുറിച്ച് ചന്ദ്രമോഹൻ പറയുന്നത് കേൾക്കുക. എനിക്കൊരു ടെലിഫോൺ കോൾ വരുന്നു. അതിൽ പറയുന്നത് 2 മണിക്കൂറിനകം എൻ്റെ എല്ലാ ടെലിഫോൺ കോളും ആധാർ കാർഡും ക്യാൻസലായി പോകും. ഉടൻ തന്നെ ഈ നമ്പറിൽ തിരിച്ചു വിളിക്കുക എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു, ആരാണ്, എവിടെ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബോംബെ ടെലിഫോൺസിൽ നിന്നാണ് വിളിക്കുന്നത്,
എന്താണ് കാര്യം, എന്തിനാണ് എൻ്റെ ടെലിഫോൺ നമ്പർ കട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചതിന് മറുപടിയായിട്ട്, നിങ്ങൾ എൻ്റെ സൂപ്പർവൈസറെ ഞാൻ നിങ്ങൾക്ക് തരാം, അദ്ദേഹമായിട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞ ഒരു വിക്രം എന്ന് പറഞ്ഞ ഒരു ആളെ ഞാനുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു എൻ്റെ മൊബൈൽ നമ്പർ അവിടെ നിന്ന്, അതായത് ബോംബെയിൽ എടുത്തതായ ഒരു മൊബൈൽ നമ്പർ, ആ നമ്പറിൽ നിന്നും 24 പേർക്ക് വൾഗർ പിക്ചേഴ്സ് പോവുകയും അവരെ സൈബർ ക്രൈമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. അതിനാൽ എൻ്റെ ഈ നമ്പർ ക്ലിയർ ചെയ്യണമെങ്കിൽ അവിടുത്തെ പോലീസുമായിട്ട് സംസാരിക്കണം എന്നും പറഞ്ഞ് നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് നമ്പർ 9 ഞെക്കാൻ പറയുകയാണ്. 9 കുത്തി ഉടൻ തന്നെ പോലീസിൻ്റെ യൂണിഫോം ഇട്ട ഒരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ID കാർഡും വീഡിയോ വഴി കാണിക്കുകയും അദ്ദേഹം പറയുകയും ചെയ്തു, ഞാനാണ് നിങ്ങളുടെ കേസ് അന്വേഷിക്കുന്നത്, ഇത് നിങ്ങളുടെ 24 പേർക്ക് നിങ്ങൾ ചൈൽഡ് പ്രോണോഗ്രാഫി അയക്കുകയും അവരെ ത്രട്ടൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, ആ ക്രൈമിലാണ് നിങ്ങളുടെ ടെലിഫോൺ നമ്പർ കട്ട് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് നിങ്ങളെ ഇൻട്രോഗേറ്റ് ചെയ്യണം ഓൺലൈനായിട്ട് എന്ന് പറഞ്ഞ് ഒരു 2-2.5 മണിക്കൂർ ക്വസ്റ്റ്യൻ ചോദിക്കുകയും എൻ്റെ എല്ലാ വിവരങ്ങളും അവർ പല വിവരങ്ങളും ഇങ്ങോട്ട് തരികയും ഉടൻ തന്നെ ബാക്കി വേറെ ഏതെങ്കിലും ക്രൈം ഇൻവോൾവ്ഡ് ആണോ എന്നറിയുന്നതിന് വേണ്ടി അവർ സൈബർ ക്രൈം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് വിളിക്കുന്നതായി എനിക്ക് തോന്നത്തക്ക വിധത്തിൽ സ്പീക്കർ വഴി സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. സൈബർ ക്രൈമിനെ വിളിച്ച് എൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞ ഉടനെ അവർ എൻ്റെ ആധാർ കാർഡിൻ്റെ നമ്പർ പറഞ്ഞ് കൺഫേം ചെയ്യാൻ പറയുകയും ഞാൻ കാണിച്ച് എൻ്റെ ക്യാമറയിൽ കാണിച്ച് കൺഫേം ചെയ്യുകയും ചെയ്തു. ശില്പ ഷെട്ടിയുടെ ഹസ്ബൻഡിൻ്റെയുമായിട്ട് ഒരു കേസിൽ പെട്ടതാണ് ഈ സൈബർ ക്രൈം. ഏകദേശം 6 കോടി രൂപ ഞാൻ മണി ലോണ്ടർ ചെയ്തു എന്നാണ് അവരുടെ ക്ലെയിം. അത് സംസാരിക്കുകയും ഒരു 2-2.5 മണിക്കൂറുകൾക്ക് ശേഷം പറഞ്ഞു, എവരി 3 hours യു ഹാവ് ടു റിപ്പോർട്ട് മീ ഓൺ ദ വാട്സപ്പ് എന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം ഉടൻ തന്നെ ഞാൻ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ക്രൈം ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് സംസാരിക്കുകയും സൈബർ ഡിപ്പാർട്ട്മെൻറ്റിനെ കോൺടാക്റ്റ് ചെയ്യുകയും അവർക്ക് പോലീസ് സൈബർ ഡിപ്പാർട്ട്മെൻറ്റിന് ഈ കംപ്ലയിൻറ്റ് എഴുതി കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തു. ഈ 2.5 മണിക്കൂറിനത്തെ ക്വസ്റ്റ്യനിൽ ആദ്യം അവരെ ഞങ്ങളെ വിളിച്ച് എന്നോട് സംസാരിക്കുകയും എൻ്റെ ഭാര്യയെ വിളിക്കാൻ പറയുകയും വൈഫിനെ വിളിച്ച് അടുത്തിരുത്തി ഞങ്ങളെ ടുഗദറായിട്ട് വീഡിയോയിൽ കൂടി കണ്ടുകൊണ്ട് ക്യാമറയിൽ കൂടെ കാണിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. ഇതിനിടയ്ക്ക് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ആദ്യം അവർ എൻ്റെ ടെലിഫോൺ നമ്പറും ഡീറ്റെയിൽസും തരികയും പിന്നെ എൻ്റെ ആധാർ കാർഡ് നമ്പർ ഇതാണോ എന്ന് ചോദിക്കുകയും കൺഫേം ചെയ്യുന്നതിന് വേണ്ടി അവർ സൈബർ ക്രൈം ബോംബെ വിളിച്ച് പറഞ്ഞതനുസരിച്ച് ഇന്ന ആധാർ കാർഡാണ് ഇദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞതനുസരിച്ച് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ക്യാമറ വഴി കാട്ടുകയും ചെയ്തു. ഞങ്ങളെ ഒരു മുറിയിൽ ഇരുത്തിയാണ് ഈ സംസാരങ്ങളും ഫോട്ടോയും എടുത്തിട്ടുള്ളത്. അവിടുന്ന് അയച്ചു തന്നപ്പോൾ ഈ സെക്യൂരിറ്റി ആക്ടിൻ്റെ സുപ്രീം കോടതി ഓർഡറും വേറെ 2-3 ഡോക്യുമെൻറ്റ്സ് ഇങ്ങോട്ട് അയച്ചു തന്നിട്ടുണ്ട്. അതായത് ഇതിനു മുമ്പ് ക്രൈം നടത്തിയിട്ടുള്ളതായ ശില്പ ഷെട്ടിയുടെ ഓർഡേഴ്സ്, അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ ഫോട്ടോസ് എല്ലാം അയച്ചു തന്നിട്ടുണ്ട്. ഭർത്താവ് പരിഭ്രമത്തോടെ വിളിക്കുന്നത് കേട്ടാണ് മുറിയിലേക്ക് ചെന്നതെന്ന് രാധാമണി പറഞ്ഞു. തടവിലാക്കിയ രീതിയിലായിരുന്നു ഇവർ സംസാരിച്ചതെന്ന് രാധാമണി പറഞ്ഞു. സംസാരിച്ച് ചോദിച്ചു, മാഡത്തിൻ്റെ പേരെന്താ? ഞാൻ എൻ്റെ പേര് പറഞ്ഞു, രാധാമണി ചന്ദ്രമോഹൻ എന്നാന്ന് പറഞ്ഞു. അപ്പോൾ പോലീസ് ഓഫീസറുടെ ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ഭയം മനസ്സിൽ തോന്നിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേര് കറക്റ്റായിട്ട് പറഞ്ഞു. വിദ്യാഭ്യാസം എന്തുമാത്രം ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു BSc പഠിച്ചതാന്ന് പറഞ്ഞു. ഓ, ഇത്രയും വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണോ ഇത് ഈ കാര്യങ്ങളൊന്നും അറിയാൻ പ്രവർത്തിക്കുന്നത്? അപ്പോൾ ഞാൻ എന്താ സാറേ കാര്യം? ഒരു പേപ്പറിലൊക്കെ എപ്പോഴും ന്യൂസ് വന്നതല്ലേ. എന്നിട്ട് എൻ്റെ ചേച്ചി രാജ് കുന്ദ്ര എന്ന് പറഞ്ഞ ആൾ എത്രയോ കോടികൾ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ള ജയിലിൽ കിടക്കുകയാണ്. 17 വർഷമായിട്ട് അതിന് ജയിലിലാണ്. ശില്പ ഷെട്ടിയുടെ ഭർത്താവ്. അതൊന്നും നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പേപ്പറിലും വായിക്കാറില്ല, എനിക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ല, ഞാൻ ചോദിക്കാറില്ല ആരോടെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഭർത്താവിൻ്റെ പേരിൽ ഒരു 6 കോടി രൂപ കാനറ ബാങ്കിൽ നിന്ന് കിടപ്പുണ്ട്. അത് രാജ് കുതിരയായിട്ടുള്ള ട്രാൻസാക്ഷനകത്ത് കിട്ടിയിരിക്കണം. അതിൻ്റെ 10% നിങ്ങളുടെ ഭർത്താവിനുള്ളതാണ്. അപ്പോൾ പുള്ളി ഇതിനകത്ത് ഇടപെട്ട ആളാണ് എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ആരാ താമസിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയും മോളും ഹസ്ബൻഡും മോളിൻ്റെ ഒരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞു. അവരല്ലേ ഗ്രൗണ്ട് ഫ്ലോറിൽ താമസിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കാര്യങ്ങളൊക്കെ ശരി. പക്ഷേ ഞങ്ങൾ ഈ സംസാരിക്കുന്ന കാര്യം റിലേറ്റീവ്സിനോടോ നെയ്ബേഴ്സിനോടോ മോളോട് പോലും പറയരുത്. അപ്പോൾ എന്താ സീരിയസ്നെസ് എനിക്ക് എന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഏതാണ്ട് 2.5-3 മണിക്കൂർ ഞങ്ങളെ അങ്ങോട്ട് വല്ലാതെ പേടിപ്പിച്ച്. ഹസ്ബൻഡാണെങ്കിൽ വയറിന് വല്ല പ്രശ്നം, ടെൻഷൻ കയറുമ്പോൾ പുള്ളിക്ക് ഇങ്ങനെ ആകെ ഒരു എപ്പോഴാളൊക്കെ 2 പ്രാവശ്യം വാഷ്റൂമിലൊക്കെ പോകേണ്ടി വന്നു. അത്രയും ബുദ്ധിമുട്ട് തോന്നി. നിങ്ങൾ പറഞ്ഞ് ഞങ്ങളെല്ലാം സമ്മതിച്ചിരിക്കുന്നു, ഇത് ആരോടും പറയില്ല എന്ന് പറഞ്ഞ് പേപ്പറിൽ എഴുതി ഒപ്പിടാനൊക്കെ പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ ഒപ്പിട്ടു. ആ പേപ്പറിൻ്റെ കോപ്പി ഞങ്ങളുടെ വാട്സപ്പിൽ അയക്കാൻ പറഞ്ഞു. ഞങ്ങൾ അയച്ചു കൊടുത്തു.
ഇത് ഈ സംഭവം ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഹസ്ബൻഡും നിങ്ങളുടെ മോളും ഇതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവരും അറസ്റ്റിലാവും. ബോംബെ പോലീസിൽ നിന്ന് കേരള പോലീസിൻ്റെ സഹായത്തോടുകൂടി നിങ്ങളെ അറസ്റ്റ് ചെയ്യും. നിങ്ങളെ ബോംബെയിൽ കൊണ്ട് ജഡ്ജിൻ്റെ മുമ്പിൽ കാര്യങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങൾ നിഷ്കളങ്കരല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അതായത് നിഷ്കളങ്കരാണെന്ന് ഞങ്ങളെ വിടും, ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ 3 വർഷം ജയിലിലടയ്ക്കും. അങ്ങനെ പറഞ്ഞ് ഒരുപാട് ഭീഷണിപ്പെടുത്തി. അപ്പോൾ ശരിക്കും പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഫോട്ടോയും കാണിച്ച് എംബ്ലോഗ് കാണിച്ചപ്പോൾ ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചു, ഭയങ്കരമായിട്ട് പേടിക്കുകയും ചെയ്തു. മാതാപിതാക്കളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി മുറിയിലെത്തിയപ്പോഴാണ് സൈബർ തട്ടിപ്പുകാരാണ് ഫോണിൽ ഉള്ളതെന്ന് മനസ്സിലായതെന്ന് ഇവരുടെ മകളുടെ ഭർത്താവ് ബിജു സി ശേഖർ പറഞ്ഞു. നിങ്ങളുടെ ഫോൺ അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കട്ടാകും. ഡീറ്റെയിൽസിനായി 9 അമർത്തുക. ആരും പാനിക്കാകുന്ന അവസ്ഥ. ഡാഡിയും 9 അമർത്തി. അവിടെ ഫോൺ എടുത്ത വ്യക്തി നിങ്ങളുടെ ഫോൺ നമ്പറിൽ നിന്നും പോൺ വീഡിയോസ് അയക്കുന്നു എന്ന് പറഞ്ഞു. 24 പേര് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഹോൾഡ് ചെയ്തു. നിങ്ങൾ രാജ്കുന്ദ്ര കേസിൽ പെട്ടിട്ടുണ്ടല്ലോ, ഞാൻ ഫോൺ ഓഫീസർക്ക് കണക്ട് ചെയ്യാം. പിന്നെയാണ് യഥാർത്ഥ നായകൻ ഉദയം ചെയ്യുന്നത്. പോലീസ് വേഷം ധരിച്ച പോലീസ് സബ് ഇൻസ്പെക്ടർ വിനോദ് കുമാർ കാഠിന്യം 2 പേരെയും പറഞ്ഞു മനസ്സിലാക്കി. അതോടൊപ്പം കേസിന്റെ ഡീറ്റെയിൽസ്, സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ കോപ്പി എല്ലാം വാട്സപ്പിൽ അയച്ചു കൊടുത്ത് അവരെ വിശ്വസിപ്പിച്ചു. 2 പേരും ഹൗസ് അറസ്റ്റിലാണെന്നും എല്ലാ 3 മണിക്കൂറിലും അവർ എവിടെയാണ് എന്ന് ബഹുമാനപ്പെട്ട ഓഫീസറെ മെസ്സേജിലൂടെ അറിയിക്കണമെന്നും വാണിംഗ് കൊടുത്തു. നാളെ രാവിലെ 7 മണിക്കും ഉച്ചയ്ക്ക് 2 മണിക്കും വീണ്ടും വിളിക്കും. ഫോൺ എടുക്കാതെ ഇരിക്കരുത്. നിങ്ങൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. നിങ്ങളുടെ സുരക്ഷ ഞങ്ങളുടെ ആവശ്യമാണ്. 2 പേരുടെയും ജാതകം മുതൽ മക്കളും കൊച്ചുമക്കളും എന്ത് ചെയ്യുന്നു, ഏതൊക്കെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, ബാങ്ക് വീട്ടിൽ നിന്നും എത്ര ദൂരത്തിലാണ് മുതലായ ഡീറ്റെയിൽസും ഒക്കെ എടുത്ത കൂട്ടത്തിൽ സ്നേഹപൂർണ്ണമായ ഒരു ഉപദേശം നൽകാനും അദ്ദേഹം മറന്നില്ല. ഇത്രയും വിദ്യാഭ്യാസവും ലോകപരിചയമുള്ള നിങ്ങൾക്ക് ശില്പ ഷെട്ടിയുടെ ഹസ്ബൻഡ് 17 വർഷത്തെ തടവിലാണെന്ന് അറിയില്ലേ? നിങ്ങളുടെ സുരക്ഷ ഞങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് മോളോട് പോലും പറയരുത്. ആരെങ്കിലും അറിഞ്ഞാൽ ഞങ്ങൾക്ക് പോലും നിങ്ങളെ രക്ഷിക്കാനാവില്ല. ഇതെല്ലാം കേട്ട അവർ 2 പേരും പേടിച്ചു പോയതിൽ ഒരത്ഭുതവുമില്ല. ഏകദേശം 2.5 മണിക്കൂർ 85 വയസ്സായ ഡാഡിയും 74 വയസ്സായ മമ്മിയും അനുഭവിച്ച ടെൻഷൻ അവർക്ക് മാത്രമേ അറിയൂ എന്നും ബിജു പറഞ്ഞു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് മമ്മി നിൽക്കുന്നു. വളരെ ടെൻഷനോട് കൂടി ഡാഡി നിൽക്കുന്നു. ഞാൻ പറഞ്ഞു, എന്താ പറ്റിയെന്ന് പറ, കാര്യം പറയാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, മമ്മി പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ബിജു, ഡാഡിക്കൊരു അബദ്ധം പറ്റി. ഡാഡിയുടെ പേരിൽ ആധാർ കാർഡ് കൊടുത്ത് ആരോ ഒരു അക്കൗണ്ട് തുറന്നിട്ട് 6 കോടി രൂപ ലോൺ എടുത്ത് മണി ലോണ്ടറിങ് നടത്തി. അതിൻ്റെ 10% കമ്മീഷൻ ഡാഡിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയണേ. ആകപ്പാടെ ഞങ്ങൾ പെട്ടിരിക്കുവാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടതേ എനിക്ക് സംഗതി മനസ്സിലായി. കാരണം നമ്മൾ പല വാർത്തകളിലും ഇത് കണ്ടിട്ടുള്ളതായതുകൊണ്ട് ഞാൻ എടുത്ത വായിൽ ഞാൻ ചോദിച്ചു, നിങ്ങൾ പൈസ വല്ലതും കൊടുത്തോ അതോ കൊടുത്തില്ലയോ എന്ന് ചോദിച്ചപ്പം ഡാഡി പറഞ്ഞില്ല, പൈസയൊന്നും കൊടുത്തിട്ടില്ല, അവർ നാളെ വിളിക്കാമെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല, നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോകാം എന്ന് പറഞ്ഞ് ഡാഡിയെ വിളിച്ചുകൊണ്ട് പോയി. ഞാൻ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ ബൈജു സാർ ഉണ്ടായിരുന്നു. സാറ് പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ 1930 വിളിച്ച് പറയുക, അതിനുശേഷം ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തേക്കാൻ പറഞ്ഞു. ഞങ്ങൾ 1930 വിളിച്ചു, അവിടെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. അതുപോലെ ഒഫീഷ്യലായിട്ടുള്ള ഒരു റിട്ടൺ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷവും പലതവണ അവർ ഡാഡിയെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ ഞാൻ പറഞ്ഞു, വേണ്ട, ഫോൺ എടുക്കണ്ട എന്ന് പറഞ്ഞ് നിർത്തി വച്ചിരിക്കുന്ന കാരണം ഇപ്പോൾ പിന്നെ കോളുകൾ അങ്ങനെ വരുന്നില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ 1930 എന്ന നമ്പറിൽ ഉടൻ തന്നെ വിളിച്ച് പറയുക. ഇനി വിളിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല, അവിടെ എൻഗേജ്ഡ് ആണെങ്കിൽ അടുത്ത ഒരു 5 മിനിറ്റിനകം അവർ നിങ്ങളെ തിരിച്ച് വിളിച്ചിരിക്കും. ഒട്ടും പേടിക്കേണ്ട. അവർ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു സർവീസാണ്, കേരള പോലീസിൻ്റെ സർവീസാണ്. അത് തീർച്ചയായിട്ടും വിനിയോഗിക്കാനുള്ള സൗകര്യം നമുക്ക് കിട്ടും. ഫോൺ വഴിയുള്ള തട്ടിപ്പുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ ഇത്തരം ഫോൺ കോളുകൾ അവഗണിക്കുകയാണ് ചെയ്യേണ്ടത്. പലരും ഭയം മൂലം ഇത്തരം സംഭവങ്ങൾ ആരെയും അറിയിക്കാത്തതാണ് തട്ടിപ്പ് സംഘങ്ങൾക്ക് സൗകര്യമൊരുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഒരുമിച്ചിരുന്ന് മദ്യപിച്ച മൂവർ സംഘത്തിലെ ഒരാളുടെ സ്വർണ്ണമാല കവർന്ന സംഭവത്തിൽ പ്രതികൾ പിടിയിൽ. കുരിശുപാറ അർജുന ഭവൻ, സൂര്യപ്രകാശ്, കോട്ടപ്പാറ കോളനി സ്വദേശി സ്വാമിനാഥൻ എന്നിവരെയാണ് അടിമാലി പോലീസിന്റെ പിടിയിലായത്. ഒരുമിച്ചിരുന്ന് മദ്യപിച്ചതിന് ശേഷം സൂര്യപ്രകാശും സ്വാമിനാഥനും കൂടി ആശാ തമ്പിയുടെ മാല കവർന്ന് അടിമാലിയിലെ വ്യാപാര സ്ഥാപനത്തിൽ വിറ്റതിന് ശേഷം തമിഴ്നാടിന് കടന്നു കളഞ്ഞു. തിരിച്ച് അടിമാലിയിലെത്തിയ ഇരുവരെയും രാവിലെ പോലീസ് പിടികൂടുകയായിരുന്നു. കഴിഞ്ഞ മാസം 29-നായിരുന്നു സംഭവം. കഴിഞ്ഞ മാസം 29-നാണ് സംഭവം. ഒരുമിച്ചിരുന്ന് മദ്യപിച്ച ശേഷം മാല കവർന്ന സംഭവത്തിൽ കുരിശുപാറ അർജുന ഭവൻ, സൂര്യപ്രകാശ്, കോട്ടപ്പാറ കോളനി സ്വദേശി സ്വാമിനാഥൻ എന്നീ പ്രതികളാണ് അടിമാലി പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ മാസം 29-ന് ആശാ തമ്പിയും സൂര്യപ്രകാശും സ്വാമിനാഥനും ഒരുമിച്ചിരുന്ന് മദ്യപിച്ചു. തുടർന്ന് സൂര്യപ്രകാശും സ്വാമിനാഥനും ചേർന്ന് ആശാ തമ്പിയുടെ കഴുത്തിൽ കിടന്ന സ്വർണമാല മോഷ്ടിക്കുകയായിരുന്നു. മാല കവർന്നതിനു ശേഷം ഇരുവരും അടിമാലിയിലെ സ്വകാര്യ
സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് വിറ്റു. മാല വിറ്റു ലഭിച്ച 52,000 രൂപയുമായി ഇരുവരും തമിഴ്നാടിന് കടന്നുകളഞ്ഞു. പണം മുഴുവനും തമിഴ്നാട്ടിൽ ചിലവഴിച്ച ശേഷം തിരികെ അടിമാലി ബസ് സ്റ്റാൻഡിലെത്തിയ പ്രതികളെ രാവിലെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കല്ലാർവാലി എസ്റ്റേറ്റിലെ വെട്ടുകേസിലെ പ്രതികൾ കൂടിയാണ് ഇരുവരും. ന്യൂസ് ബ്യൂറോ, അടിമാലി. കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ IMA ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മുണ്ടുനടിയിൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ IMA ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മുണ്ടുനടയിൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. രക്തദാനം തീർച്ചയായിട്ടും ഒരു മഹത്തായ സംഭവമാണ്. നമുക്ക് എല്ലാവർക്കും വളരെ ക്രിട്ടിക്കലായിട്ട് പലപ്പോഴും പല സാഹചര്യങ്ങൾ വരുമ്പോൾ ബ്ലഡിൻ്റെ ആവശ്യങ്ങൾ വരുമ്പോൾ അത് പ്രയോജനപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കും. ഒരുവിൻ്റെ ജീവൻ നിലനിർത്താനായിട്ട് ഈ മഹത്തായ പ്രവർത്തനങ്ങൾ പലപ്പോഴും ഉപകാരപ്രദമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനു വേണ്ടിയിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് സന്നദ്ധരായിട്ട് വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു സംരംഭം ഇവിടെ നടത്താനായിട്ട് പരിശ്രമിച്ച NSSൻ്റെ ഭാരവാഹികൾ, അതുപോലെ തന്നെ അതിൻ്റെ ടീച്ചർ, നിങ്ങളെല്ലാവരെയും, അതുപോലെ തന്നെ സ്കൂൾ പ്രിൻസിപ്പൾ എല്ലാവരെയും, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ സംരംഭം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അഭിപ്രായപ്പെട്ടു. പ്രിൻസിപ്പൽ ലൂസി ജോർജ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ IMA മെഡിക്കൽ ഓഫീസർ ക്യുൻസി മറിയം ജേക്കബും PTA പ്രസിഡന്റ് ബോബി ജോസഫും ആശംസകൾ അറിയിച്ചു. ഹെഡ്മാസ്റ്റർ ജോ മാത്യു നന്ദി രേഖപ്പെടുത്തി. NSS പ്രോഗ്രാം ഓഫീസർ ഡാലി ജോർജും ലീഡർമാരായ സിയോണ എലിസബത്തും മിഥുൻ രാജൻ ക്യാമ്പിന് നേതൃത്വം നൽകി. IMAയുടെ ഭാഗമായാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും PTയുടെയും ഭാഗമായി ഞങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ടീച്ചേഴ്സും ഞങ്ങളുടെ കോർഡിനേറ്റേഴ്സായ ഡാലി ടീച്ചറും ലൂസി ടീച്ചറും എല്ലാവരും ഞങ്ങൾക്ക് ഒത്തിരി സഹായം ചെയ്ത് തന്നിട്ടുണ്ട് ഈ ബ്ലഡ് ഡൊണേഷൻ്റെ ഭാഗമായി. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയായിരുന്നു ക്യാമ്പ്. രക്തദാനം മഹാദാനമായി കണ്ടുകൊണ്ട് ധാരാളം ആളുകൾ രക്തം നൽകി മാതൃകയായി. അല്ലസർ മെഡിക്കൽ കോളേജിൽ ന്യൂറോ സർജറി വിഭാഗം പ്രവർത്തനം ആരംഭിക്കുകയാണെന്ന് ഡയറക്ടർ ഡോക്ടർ KM റിജാസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നവീകരിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനവും ന്യൂറോ സർജറി വിഭാഗം പ്രവർത്തന ഉദ്ഘാടനവും 10 രാവിലെ 10 മണിക്ക് സംഘടിപ്പിക്കും. ഇടുക്കി DMO ഡോക്ടർ മനോജ് ഉദ്ഘാടനം നിർവഹിക്കും. അല്ലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സന്നിഹിതനായിരിക്കും. അല്ലസർ മെഡിക്കൽ കോളേജ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ന്യൂറോ സർജറി വിഭാഗം പ്രവർത്തനം ആരംഭിക്കുന്നു. അല്ലസർ മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നവീകരിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനവും ന്യൂറോ സർജറി വിഭാഗം പ്രവർത്തനോദ്ഘാടനവും 10-ാം തീയതി രാവിലെ 10 മണിക്ക് അല്ലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ KM മൂസിയുടെ സാന്നിധ്യത്തിൽ ഇടുക്കി DMO ഡോക്ടർ മനോജ് ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിലെ വിവിധ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ന്യൂറോ സർജറി വിഭാഗം മേധാവിയായും ഇടുക്കി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളുമായി സേവനമനുഷ്ഠിച്ച ഡോക്ടർ PK ബാലകൃഷ്ണൻ നേതൃത്വം നൽകുന്ന പ്രശസ്തരായ ന്യൂറോ സർജന്മാരടങ്ങുന്നതാണ് ഈ വിഭാഗം. ന്യൂറോ വിഭാഗവുമായി ബന്ധപ്പെട്ട വിദഗ്ധ ശസ്ത്രക്രിയകൾ, ന്യൂറോളജി സംബന്ധമായ പരിശോധനകൾ, വിദഗ്ധോപദേശങ്ങൾ എന്നിവ ഈ വിഭാഗത്തിൽ ലഭ്യമായിരിക്കുന്നതാണ്. നല്ല ചികിത്സ രോഗികൾക്ക്, പ്രത്യേകിച്ച് അപകടത്തിൽപ്പെടുന്ന രോഗികൾക്ക് കൊടുക്കാൻ അല്ലസർ മെഡിക്കൽ കോളേജ് പ്രതിജ്ഞാബദ്ധമായതോടുകൂടിയാണ് എന്നെ ഈ മെഡിക്കൽ കോളേജിൽ വിളിക്കുകയും ഞാൻ മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗം മേധാവിയായിട്ട് ചാർജെടുക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളും കൂടെ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ചികിത്സ ഏതൊക്കെ വിഭാഗം എന്നുള്ളത് ഒരു മെഡിക്കൽ കോളേജ് ഞാൻ റിട്ടയർ ചെയ്ത മെഡിക്കൽ കോളേജ്, റിട്ടയർ ചെയ്തല്ല, ഞാൻ മുൻകാലങ്ങളിൽ ഒരു ന്യൂറോ സർജറി വിഭാഗം മേധാവിയായി പ്രവർത്തിച്ച മെഡിക്കൽ കോളേജിൽ കൊടുത്ത എല്ലാ ചികിത്സകളും, അതായത് തലച്ചോറുള്ള ട്യൂമർ, കുമിള, അപകടത്തിൽപ്പെട്ട് വരുന്ന രോഗികൾ, തലച്ചോറിലെ വെള്ളക്കെട്ട് തുടങ്ങി നിരവധി രോഗങ്ങൾക്ക് ചികിത്സ നൽകുന്നതോടൊപ്പം തന്നെ സ്പൈനൽ കോഡ് വരുന്ന ഇഞ്ചുറി, അപകടം പോലെ നമുക്ക് അറിയാം നിരവധി പേരാണ് അപകടത്തിൽ സ്പൈനൽ കോഡിന് ഇഞ്ചുറിയായി കഴുത്തിൽ റിപ്പോർട്ട് തളർന്നും അരക്കി റിപ്പോർട്ട് തളർന്നൊക്കെ രോഗികൾ ഇഷ്ടംപോലെയാണ്. അത്തരം രോഗികൾക്ക് നമ്മൾ സമയബന്ധിതമായി ഒരു താമസമില്ലാതെ നമുക്ക് ചികിത്സ നൽകാൻ കഴിയുക എന്നുള്ള വലിയൊരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ നട്ടിലുണ്ടാവുന്ന ട്യൂമറുകളായാലും നട്ടിലുണ്ടാവുന്ന പഴുപ്പുകളായാലും ഒക്കെ ചികിത്സിക്കാൻ നമുക്കാവും എന്നുള്ളതിനാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ ന്യൂറോ സർജറി കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്ന് കൊടുക്കുന്ന ചികിത്സകളൊക്കെ തന്നെ നമുക്ക് ഈ അൽസറിലും ലഭിക്കാൻ കഴിയും
എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസമുണ്ട്. അത് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി തന്നെ നമുക്ക് നടപ്പാക്കാൻ കഴിയും. അല്ലസർ മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഡോക്ടർ റിജാസ് കെ.എം, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷിയാസ് കെ.പി, ന്യൂറോ വിഭാഗം മേധാവി ഡോക്ടർ പി.കെ. ബാലകൃഷ്ണൻ, സിഇഒ സുധീർ ഭാസുരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ദമ്പതികൾ പരസ്പരം കാവൽ മാലാഖമാരാകണമെന്ന കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ. വിവാഹ ജീവിതത്തിന്റെ 25-50 വർഷങ്ങൾ പൂർത്തിയാക്കിയവരെ രൂപത ഫാമിലി അപ്പസ്തോലേറ്റ് മാതൃവേദി, പിതൃവേദി, യൂതിത് നവോമി സംഘടനകളുടെ നേതൃത്വത്തിൽ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികാരി ജനറൽ മോൺ വിൻസെന്റ് നെടുങ്ങാട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് മൂവാറ്റുപുഴ നെസ്റ്റ് പാസ്റ്റർ സെന്ററിൽ നടന്ന സമ്മേളനത്തിൽ ജൂബിലേറിയന്മാർക്ക് ബിഷപ്പ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. സന്തോഷത്തിലും ദുഃഖത്തിലും താങ്ങും തണലുമായി പരസ്പരം കാവൽ മാലാഖമാരാകേണ്ടവരാണ് ദമ്പതികളെന്ന് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ. വിവാഹ ജീവിതത്തിന്റെ 25-50 വർഷങ്ങൾ പൂർത്തിയാക്കിയവരെ രൂപത ഫാമിലി അപ്പോസ്തലേറ്റ് മാതൃവേദി, പിതൃവേദി, യൂതിത് നവോമി സംഘടനകളുടെ നേതൃത്വത്തിൽ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സഭയും മിശിഹായും തമ്മിലുള്ള ബന്ധത്തിന് സദൃശ്യമായ ഭാര്യ ഭർത്തൃബന്ധം വിവാഹ ദിനത്തിൽ ആരംഭിച്ച് ഇന്നും തുടരേണ്ട ബലിയർപ്പണമാണെന്നും ബിഷപ്പ് പറഞ്ഞു. ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണെങ്കിൽ ആ സ്നേഹം പങ്കുവയ്ക്കുവാൻ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഭാര്യ ഭർത്തൃ സ്നേഹമാണ് ഏറ്റവും കൂടുതൽ ലോകത്തിൽ വിലമതിക്കുന്ന സ്നേഹം നമുക്കറിയാം. ഈശോ സഭയെയും അതുപോലെ തന്നെ ഈശോയെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നതും ഇങ്ങനെയാണ്. പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നതാണ്, ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹബന്ധത്തോടാണ് സഭയെയും മിശിഹായെയും തമ്മിലുള്ള സ്നേഹബന്ധത്തെ ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും അടുപ്പമുള്ള ബന്ധം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സുദൃഢമായ ബന്ധം എന്നുള്ളത്, സ്നേഹബന്ധം എന്നുള്ളത് ഭാര്യ ഭർത്താക്കൾ ബന്ധമാണ്. അപ്പൊ ആ സ്നേഹബന്ധത്തിലെ നിങ്ങൾ വളരുവാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളെ യോജിപ്പിച്ചത്, ഒരുമിപ്പിച്ചത്. അപ്പൊ ആ സ്നേഹബന്ധം കുറഞ്ഞു പോയിട്ടുണ്ടോ ചിന്തിക്കാനുള്ള അവസരമാണ് ജൂബിലി വർഷം. നിങ്ങളുടെ പഴയ സ്നേഹം ഇപ്പൊ ഇല്ല. വെളിപാടിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുന്നുണ്ട്, എഫെസ്യരോട് പറയുന്നുണ്ട്, ഇനി പഴയ സ്നേഹം ഇപ്പോൾ കാണുന്നില്ല. അങ്ങനെ ഒരു ഭർത്താവ് ഭാര്യയോട് പറയാൻ സാധ്യതയുണ്ടോ? ഉണ്ടാകരുത്, അങ്ങനെ ഒരിക്കലും പറയരുത്. പഴയ സ്നേഹം കുറെ കൂടെ വർദ്ധിച്ചു, ആഴപ്പെട്ടു എന്നാണ് പറയേണ്ടത്. ഞാൻ ചിലർ ചോദിക്കാറുണ്ട്, എൻ്റെ അടുത്ത് വരുമ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, നിങ്ങൾ വിവാഹം കഴിച്ചപ്പോഴുള്ള സ്നേഹം അതിൽ നിന്ന് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ ചോദിക്കും. ഒരു പറയാറുള്ളത്, മിക്കവാറും എല്ലാവരും പറയാറുള്ളത്, അന്ന് വലിയ കാര്യമായിട്ട് അറിയില്ലായിരുന്നു, പക്ഷെ പിന്നീടാണ് കൂടുതൽ സ്നേഹിക്കാനായിട്ടും കൂടുതൽ അടുപ്പം വരാനായിട്ടും സാധിച്ചത് പിന്നീടാണെന്ന് പറയാറുണ്ട്. ശരിയാണത്. വിവാഹ ജീവിതത്തിലൂടെ സ്നേഹം പങ്കുവയ്ക്കുവാൻ വേണ്ടി, സ്നേഹം വളർത്തുവാൻ വേണ്ടി, സ്നേഹത്തിൽ ആഴപ്പെടാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. അതുപോലെ ജീവൻ പങ്കുവയ്ക്കണം. ജീവൻ നൽകുന്നതും ജീവൻ സംരക്ഷിക്കുന്ന ദൈവമാണ്. വേറെ ആർക്കും ഇതിന് അവകാശമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ജീവൻ പങ്കുവയ്ക്കുവാനുള്ള, നിങ്ങളുടെ ദാമ്പത്യത്തിൽ ജീവൻ പങ്കുവയ്ക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൻസെന്റ് നെടുങ്ങാട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് മൂവാറ്റുപുഴ നെസ്റ്റ് പാസ്റ്ററൽ സെന്ററിൽ നടന്ന സമ്മേളനത്തിൽ ജൂബിലിറ്റേറിയന്മാർ ബിഷപ്പ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. രൂപത ഡയറക്ടർ ഫാദർ ജോസ് കിഴക്കയിൽ അധ്യക്ഷത വഹിച്ചു. ഡിഗോൾ കെ ജോർജ്, മിനി ജോസ്, പ്രൊഫസർ ജോസ് എബ്രാഹാം, മിനി ജോൺസൺ, ജിജി നിജി, റീന രാജീവ്, ലോറൻസ് എബ്രാഹാം എന്നിവർ പ്രസംഗിച്ചു. സിസ്റ്റർ ആനി തെരേസ്, ജോർജ് കുട്ടി അറക്കൽ, ജോളി കുമ്പാട്ട്, കുസുമം ജോൺ, ലിസി ഷാജി, മേഴ്സി ജോസ്, റൂബി തോമസ്, ജോസ് കാക്കച്ചിറയിൽ, ജിജി പുളിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മാത്യു ജസീന്ത, തോമസ് ത്രേസ്യാമയാണോ അടുത്തത്? വിൻസെന്റ് ആൻസി,
ബാബു ബിൻസി, സജീവ് ലിജി. ജോർജ് സിസിലി ഉണ്ടോ? ജോർജ് സിസിലി, ജോസ് സിസിലി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഇടുക്കി മേഖലാ സമ്മേളനം ചെറുതോണിയിൽ നടന്നു. ചെറുതോണി വ്യാപാര ഭവനിൽ നടന്ന മേഖലാ സമ്മേളനം ഫോട്ടോഗ്രാഫി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KM മാണി ഉദ്ഘാടനം ചെയ്തു. NJ വർഗീസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം TG ഷാജി മുഖ്യപ്രഭാഷണം നടത്തി. അസോസിയേഷന്റെ 40ാമത് ഇടുക്കി മേഖലാ സമ്മേളനമാണ് സംഘടിപ്പിച്ചത്. ചെറുതോണി വ്യാപാര ഭവനിൽ നടത്തിയ യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് NJ വർഗീസ് പതാക ഉയർത്തി. സ്ഥാപക പ്രസിഡന്റുമാരായ ജോസഫ് ചെറിയാൻ, സാരംഗ് മാണി എന്നിവരുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയെന്ന് സമ്മേളനത്തിന് തുടക്കമായത്. ബിബിൻ എൻവീസ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. NJ വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ പ്രസിഡന്റ് KM മാണി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ എവിടെ അന്വേഷിച്ചാലും സംസ്ഥാനത്ത് ഇതുപോലൊരു ഫോട്ടോഗ്രാഫി സംഘടന നല്ല ഒരു പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം പൊതുസമൂഹത്തിലും അതുപോലെ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലെല്ലാം നല്ലൊരു പേര് ഇപ്പോൾ നമുക്കുണ്ട്. തീർച്ചയായിട്ടും ഇടുക്കി ജില്ലാ കമ്മിറ്റിയോടൊപ്പം നിന്ന് ഈ സമ്മേളനം വിജയിപ്പിക്കാനായിട്ട് പ്രവർത്തിച്ച നിങ്ങൾ ഓരോരുത്തർക്കും, ഇടുക്കി പ്രത്യേകിച്ച് ഈ മേഖലയിൽ നിന്നും നമ്മുടെ റോബിൻ എൻബീസ്, സംസ്ഥാന കമ്മിറ്റി അംഗം TG ഷാജി മുഖ്യപ്രഭാഷണം നടത്തി. ജോസ് CA, സെബാൻ ആതിര, സുനിൽ കളർഗേറ്റ് എന്നിവർ ആശംസകൾ നേർന്നു. മേഖലാ വൈസ് പ്രസിഡന്റ് CK രാജു സ്വാഗതവും ബിജോ മങ്ങാട്ട് നന്ദിയും രേഖപ്പെടുത്തി. നിരവധി അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ജില്ലയിലെ ആദ്യ ടോൾ പ്ലാസയായ ദേവികുളം ടോൾ പ്ലാസയിലൂടെ പോകുന്ന വാഹനങ്ങളിൽ നിന്നും പണം ഈടാക്കി തുടങ്ങി. ശനിയാഴ്ച രാവിലെ മുതലാണ് ടോൾ പ്ലാസ പ്രവർത്തനം ആരംഭിച്ചത്. ആന്ധ്രയിൽ നിന്നുള്ള കമ്പനിയാണ് ടോൾ പിരിവ് ലേലത്തിനെടുത്തിരിക്കുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ലാക്കാട് കുരിശടിക്ക് സമീപമാണ് ദേവികുളം ടോൾ പ്ലാസ. ദേശീയപാതയിൽപ്പെട്ട മൂന്നാർ ബോഡിമെട്ട് ഭാഗത്തെ 41.78 കിലോമീറ്ററാണ് 371.83 കോടി രൂപ ചിലവിട്ട് പുതുക്കിപ്പണിതത്. ടോൾ പ്ലാസയുടെ നിർമ്മാണം അന്ന് തന്നെ പൂർത്തിയായിരുന്നുവെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളും പ്രദേശവാസികളുടെ എതിർപ്പും കാരണം പ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല. ജില്ലയിലെ ആദ്യ ടോൾ പ്ലാസ കൂടിയായ ദേവികുളം ടോൾ പ്ലാസയിലൂടെ പോകുന്ന വാഹനങ്ങളിൽ നിന്നും രാവിലെ മുതൽ പണം ഈടാക്കി തുടങ്ങി. ആന്ധ്രയിൽ നിന്നുള്ള കമ്പനിയാണ് ടോൾ പിരിവ് ലേലത്തിനെടുത്തിരിക്കുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ലാക്കാട് കുരിശടിക്ക് സമീപമാണ് ദേവികുളം ടോൾ പ്ലാസ. ടോൾ പ്ലാസയുടെ 20 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന വാണിജ്യേതര വാഹനങ്ങളുടെ ഉടമസ്ഥർക്ക് 340 രൂപയ്ക്ക് പ്രതിമാസ പാസെടുത്ത് ഈ വഴി സഞ്ചരിക്കാം. കാറ്, ജീപ്പ്, മറ്റു ചെറുവാഹനങ്ങൾക്ക് ഒരു വശത്തേക്ക് 35 രൂപയും ഇരുവശങ്ങളിലേക്കുമാണെങ്കിൽ 55 രൂപയും നൽകണം. മിനി ബസിന് ഒരു വശത്തേക്ക് 60ഉം ഇരുവശങ്ങളിലേക്കുമാണെങ്കിൽ 90 രൂപയുമാണ് നിരക്ക്. ബസ്, ട്രക്ക് എന്നിവയ്ക്ക് ഒരു വശത്തേക്ക് 125ഉം ഇരുവശങ്ങളിലേക്കുമായി 185ഉമാണ് ടോൾ നിരക്ക്. ഭാരവാഹനങ്ങൾക്ക് ഒരു വശം 195, ഇരുവശങ്ങളിലേക്കും 295. 7ൽ കൂടുതൽ ആക്സിലുള്ള വലിയ വാഹനങ്ങൾക്ക് ഒരു വശം 240, ഇരുവശങ്ങളിലേക്കും 355 എന്നിങ്ങനെയും ടോൾ നിരക്ക് നൽകണം. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ തൊടുപുഴ ബ്രാഞ്ചിന് മുന്നിൽ ഏജന്റുമാർ ധർണ നടത്തി. സംഘടനയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് PN രാജീവൻ ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് KC ത്രേസ്യാമ്മ അധ്യക്ഷത വഹിച്ചു. നിരവധി പ്രവർത്തകർ സംസാരിച്ചു. LIC ഏജന്റുമാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ച നടപടിയിൽ പ്രതിഷേധിച്ച് ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ തൊടുപുഴ ബ്രാഞ്ചിനു മുന്നിൽ ഏജന്റുമാർ ധർണ നടത്തി. ധർണ സംഘടനയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് PN രാജീവൻ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഇപ്രാവശ്യം ആവരുത് വന്നിട്ടില്ല, യാതൊരു പ്രഖ്യാപനങ്ങളും വന്നിട്ടില്ല, വളരെ പരസ്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ രീതിയാണ്. ചെറിയതായിട്ട് മാനേജർമാരൊക്കെ ഓരോ ബ്രാഞ്ചിൽ പറഞ്ഞു എന്നുള്ളതല്ലാണ്ട് വേറെ യാതൊരു പരസ്യങ്ങളും ഇത് കൊടുത്തിട്ടില്ല. കാരണം ആ പരസ്യം കൊടുക്കാത്തതിൻ്റെ മെയിൻ കാരണം IRDയുടെ നിർദ്ദേശമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ പോളിസി പിൻവലിക്കാനായിട്ടോ അല്ലെങ്കിൽ റീഫയറിംഗ് ആയിട്ടോ. ബ്രാഞ്ച് പ്രസിഡന്റ് KC ത്രേസ്യാമ്മ അധ്യക്ഷത വഹിച്ചു. ഡിവിഷണൽ പ്രസിഡന്റ് ജോസഫ് കുര്യൻ, ജില്ലാ പ്രസിഡന്റ് ജോർജ് അഗസ്റ്റിൻ, LIC ഏജന്റ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് സൈജൻ സ്റ്റീഫൻ, ഏജന്റ്സ് ഫെഡറേഷൻ ബ്രാഞ്ച് സെക്രട്ടറി മാനുവൽ M ചെമ്പരത്തി തുടങ്ങിയവർ പ്രസംഗിച്ചു.
ഇവിടെ ഈ ധർണാ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇത് നമുക്ക് ബാക്കിയുള്ള വരാത്ത ഏജന്റുമാർക്ക് CC കുമാറാണ് നമ്മുടെ പ്രമുഖൻ എന്നുള്ളതിൽ പരാതിയിട്ടുള്ളത്. ഇതിന് തക്കതായ കാരണം കാണും, അത് ലീവ് ചോദിച്ചിട്ടുണ്ട്. ബാക്കി ആരാണ് വരാത്തത്? ഫെഡറേഷൻ്റെ ബഹുഭൂരിപക്ഷം പേരും വന്നിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെ മറ്റൊരു സമരം നടക്കുകയുണ്ടായി. നമുക്ക് കയറി വന്നപ്പോൾ അവർ 3.5 പേരുണ്ടായിരുന്നു. അല്ല, ഒരാൾ ബന്ധിക്കപ്പെട്ട് പോയതാണ് 3.5 എന്ന് പറഞ്ഞത്. ബാക്കി എല്ലാവരും, ബാക്കി ഏജന്റുമാർ, പണിയെടുക്കുന്ന ഏജന്റുമാരെല്ലാം ഇന്ന് ഈ കളത്തിലുണ്ട് എന്ന കാര്യം ഞാൻ ബഹുമാന്യനായ രാജീവ്ജിയെയും ഫെഡറേഷൻ പ്രസിഡന്റിനെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എൻ്റെ കണ്ണുകൊണ്ട് നിങ്ങൾ കണ്ടു, പക്ഷേ വീണ്ടും കൂടുതൽ ആളുകൾ വരാനുള്ള ഔത്സുക്യത്തിൻ്റെയും ഔന്നത്യത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും വികസ്ഫോടനമാണ് വാക്കുകളിൽ പ്രതിഫലിച്ചതെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ സമരം വിജയിക്കണം. ഇത്തരത്തിലുള്ള ആവശ്യങ്ങളാണ് നമ്മൾ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി ഏജന്റുമാർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ബേക്കേഴ്സ് അസോസിയേഷൻ കേരള തൊടുപുഴ മണ്ഡലം കൺവെൻഷൻ നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു പ്രേംശങ്കർ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ മണ്ഡലം പ്രസിഡന്റ് ഷീബ ഇന്ത്യൻ ബേക്കറി അധ്യക്ഷത വഹിച്ചു. ഇറക്കുമതി ചെയ്യുന്ന പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ എന്നിവയുടെ കസ്റ്റംസ് തീരുവ 22% വർദ്ധിപ്പിച്ചത് പിൻവലിക്കണമെന്നും GST അപാകതകൾ പരിഹരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ബേക്കേഴ്സ് അസോസിയേഷൻ കേരള തൊടുപുഴ മണ്ഡലം കൺവെൻഷൻ ഹോട്ടൽ ഹിൽഗേറ്റ് ഹാളിൽ സംഘടിപ്പിച്ചു. GST നിയമപ്രകാരം നോർത്ത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന നാടൻ പലഹാരങ്ങൾക്ക് 5% നികുതി അടയ്ക്കുമ്പോൾ നമ്മുടെ ബോളി, ഉഴുന്നുവട തുടങ്ങിയവയ്ക്ക് 12% നികുതി അടയ്ക്കേണ്ടതായി വരുന്നു. സാമ്പത്തിക മാന്ദ്യം മൂലം കഷ്ടപ്പെടുന്ന സാധാരണ ജനങ്ങൾക്കുമേൽ അമിതഭാരമായി ഇവയുടെ വില വർദ്ധിപ്പിക്കേണ്ട അവസ്ഥയാണ്. ഇറക്കുമതി ചെയ്യുന്ന പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ എന്നിവയുടെ കസ്റ്റംസ് തീരുവ 22% വർദ്ധിപ്പിച്ചത് പിൻവലിക്കണം. ഇതുമൂലം ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് വില കൂട്ടിയില്ലെങ്കിൽ പിടിച്ചു നിൽക്കാനാകാത്ത അവസ്ഥയാണ്. കേരള സർക്കാരുകൾ എത്രയും വേഗം പ്രശ്നത്തിൽ ഇടപെടണമെന്നും സംഘടനാ ഭാരവാഹികൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു. യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു പ്രേംശങ്കർ ഉദ്ഘാടനം ചെയ്തു. 10-50 വർഷം മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ബേക്കറി അത്ര എല്ലാ ടൗണുകളിലും എത്തിയിട്ടുള്ളൊരു പ്രസ്ഥാനമല്ലായിരുന്നു. ഒരു 40-50 വർഷത്തിനിടക്കാണ് ശരിക്കും ബേക്കറി എന്ന് പറയുന്ന കൾച്ചർ നമ്മുടെ നാട്ടിൽ ശരിക്കും വളർന്നു പിടിക്കുന്നത്. അന്ന് ശരിക്കും ഒരു ജംഗ്ഷനിൽ ഒരു ബേക്കറിയാണ്. ആ ജംഗ്ഷൻ്റെ പേരിലാണ് ആ ബേക്കറി അറിയപ്പെടുന്നത്. ആ ബേക്കറിയുടെ പേരിലാണ് ടൗൺ അറിയപ്പെടുന്നത്. ഒരുമാതിരിപ്പെട്ട ആ ടൗണിൽ എല്ലാവർക്കും ആ ബേക്കറി ഉടമയെ അറിയാം, അവിടെ ജോലി ചെയ്യുന്നവരറിയാം. വളരെ മറ്റുള്ള ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ സുഖമായിട്ടൊരു കാലഘട്ടമായിരുന്നു. ബേക്കറി സെക്ടറിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും ആദ്യമായിട്ട് നമ്മുടെ നാട്ടുകാരെ കഴിപ്പിക്കുന്നതും നമ്മളൊക്കെ തന്നെയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ശരിക്കും നമ്മുടെ അപ്പന്മാരൊക്കെ പോപ്പുലറൈസ് ചെയ്ത ബേക്കറി സെക്ടർ പിന്നീട് നമ്മൾ കാണുമ്പോൾ ഈ ജംഗ്ഷനുകളിൽ പുതിയ ടൈപ്പ് ചായക്കടകൾ, നല്ല സ്റ്റേഷനറി ഷോപ്പുകൾ, അങ്ങനെ ഓരോന്നായിട്ട് വരാൻ തുടങ്ങി. ഇതൊക്കെ വരുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഭക്ഷണ സാധനങ്ങൾക്ക് എല്ലാത്തിനും കൂടെ വരുന്നൊരു സ്ഥലമായിരുന്നു ബേക്കറി എന്ന് പറയുന്നത്. ചെറുകടിയായാലും ചായ ആയാലും വീട്ടിലേക്ക് വാങ്ങിച്ചു കൊണ്ടുപോകാനായാലും അത്യാവശ്യം കമ്പനി സാധനങ്ങളായാലും ഒക്കെ ചെറിയ സ്റ്റേഷനറി ഷോപ്പും കാര്യങ്ങളൊക്കെ, ചെറിയ സൂപ്പർ മാർക്കറ്റുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വന്നപ്പോൾ ഒരുമാതിരിപ്പെട്ട കമ്പനി സാധനങ്ങളൊക്കെ കൂടുതൽ ആൾക്കാർ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങി. സിറ്റിയിലൊക്കെ നമ്മൾ കൊച്ചിയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചെറിയ ചായക്കടകളുണ്ട്, നല്ല ലഘു ഭക്ഷണങ്ങൾ കിട്ടുന്ന ചായക്കടകൾ. ചായയും കടിയും മാത്രം, ഒരു വൈകുന്നേരങ്ങളിൽ മാത്രമേ തുറക്കുള്ളൂ. ഭയങ്കര തിരക്കാണ്. തൊടുപുഴ മണ്ഡലം പ്രസിഡന്റ് ഷീബ ഇന്ത്യൻ ബേക്കറി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജില്ലാ നേതാക്കളായ സർവശ്രീ സന്തോഷ് പുനലൂർ, എ നൌഷാദ്, CR സന്തോഷ്, ഡോൺ ബേസിൽ കുര്യൻ, ദിലീപ് എൻവീസ്, സജി പോൾ, ലെനിൻ ഇടപ്പറമ്പിൽ, ടോമി സ്വീറ്റ്ലാൻഡ്, രാഹുൽ CS, അനീഷ് വെൽവെറ്റ് കേക്സ് എന്നിവർ ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോടനാട് ബെസേലീസ് പബ്ലിക് സ്കൂളും കേരള സർക്കാർ വനം വന്യജീവി വകുപ്പും ചേർന്ന് വന്യജീവി വാരാഘോഷം സംഘടിപ്പിച്ചു. പ്രശസ്ത പക്ഷി നിരീക്ഷകനും കൊച്ചിൻ സയൻസ് ആൻഡ് ടെക്നോളജി സർവകലാശാലയുടെ മുൻ ഡെപ്യൂട്ടി രജിസ്ട്രാറുമായ ഡോക്ടർ വിഷ്ണു പ്രിയങ്കർത്ത ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ അഭയാരണ്യം ആനക്കൊട്ടിൽ സന്ദർശിച്ചു.
കേരളത്തിന്റെ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് അവബോധം വളർത്തുക, സംരക്ഷണ ശ്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, ഉത്തരവാദിത്തമുള്ള വന്യജീവി ഇടപെടൽ പ്രോത്സാഹിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ട് കോടനാട് ബസേലിയസ് പബ്ലിക് സ്കൂൾ കേരള ഗവൺമെന്റ് വനം വന്യജീവി വകുപ്പിന്റെ സഹകരണത്തോടെ വന്യജീവി വാരം ആചരിച്ചു. പ്രശസ്ത പക്ഷി നിരീക്ഷകനും കൊച്ചിൻ സയൻസ് ആൻഡ് ടെക്നോളജി സർവകലാശാലയുടെ മുൻ ഡെപ്യൂട്ടി രജിസ്ട്രാറുമായ ഡോക്ടർ വിഷ്ണുപ്രിയൻ കർത്ത ഉദ്ഘാടനം നിർവഹിച്ചു. വന്യജീവി സംരക്ഷണം ഒരു കൂട്ടായ ഉത്തരവാദിത്തമാണ്. യുവതലമുറയിൽ അവബോധവും അഭിനന്ദനവും വളർത്തിയെടുക്കുന്നതിലൂടെ നമ്മുടെ ഗ്രഹത്തിലെ വിലയേറിയ ജീവജാലങ്ങൾക്ക് സുരക്ഷിതവും കൂടുതൽ സുസ്ഥിരവുമായ ഭാവി ഉറപ്പാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് ഫീമെയിലും, ഇത് ആണ്. ഒന്നിഞ്ഞാലി കണ്ടിട്ടില്ലേ? പേനക്കാക്ക. ഇനി ഒരു കാക്കയും കൂടി ഉണ്ട്, വെരിക്കാക്ക, ഡാർക്ക് വിൽഡ് ക്രോ. വെരി ഇടുമ്പ് വരുന്ന ചാരവരപ്പൊട്ടൻ, സിനേറസ്റ്റിറ്റ്. ഇത് എപ്പോഴും പറക്കണതാണ്. പാടത്തിന്റെയൊക്കെ മുകളിൽ കൂടി എപ്പോഴും, പഴയ പുഴ മുകളിൽ എപ്പോഴും പറക്കും ചെറിയ പക്ഷികൾ. റെഡ് സ്വാലോ. പരിപാടിയുടെ ഭാഗമായി ആന സംരക്ഷണത്തിന്റെയും പുനരധിവാസത്തിന്റെയും നേരിട്ടുള്ള അനുഭവം നേടിയ വിദ്യാർത്ഥികളുടെ സംഘം അഭയാരണ്യം ആനക്കൂട്ടിൽ സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കോടനാട്. ലോക അധ്യാപക ദിനമായ ഒക്ടോബർ 5 വേറിട്ട രീതിയിൽ ആചരിച്ച് കല്ലാനിക്കൽ സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂൾ. സ്കൂളിന്റെ ഒരു ദിവസത്തെ അധികാരം വിദ്യാർത്ഥികൾക്ക് വിട്ടു നൽകിക്കൊണ്ട് അധ്യാപകർ വിദ്യാർത്ഥികളായും വിദ്യാർത്ഥികൾ അധ്യാപകരായും വേഷമിട്ടു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സാജൻ മാത്യു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലോക അധ്യാപക ദിനത്തോടനുബന്ധിച്ചാണ് സ്കൂളിന്റെ ഒരു ദിവസത്തെ അധികാരം വിദ്യാർത്ഥികൾക്ക് കൈമാറി കല്ലാനിക്കൽ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ വ്യത്യസ്തമായ ആഘോഷ പരിപാടി ഒരുക്കിയത്. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സാജൻ മാത്യു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തതോടെ പരിപാടികൾക്ക് തുടക്കമായി. സീനിയർ അസിസ്റ്റന്റ് റെൻസി ജോൺസൺ നിർദ്ദേശം നൽകി. തുടർന്ന് കുട്ടികൾ അധ്യാപകരായി ക്ലാസ് നയിച്ചു. കൽക്കട്ട ജനറൽ അഡ്വൈസർ എന്ന പേരിലാണ് വന്നത്. ഇംഗ്ലീഷ് പത്രങ്ങളിലെ വാർത്തകൾ, പ്രാദേശിക വാർത്തകൾ, ഇത് ചിലപ്പോൾ ഒരു ക്ലാസ്സിലെ ഫാക്ടഡ് ആയിരിക്കെ മാർക്കാകാം. ചിലപ്പോൾ ഇതുപോലെ ഹാജറിലെ ആവാം. ബ്രിട്ടീഷ് ഗവൺമെന്റ് നടപ്പാക്കിയ ഭൂവസ്ത്രങ്ങളാണ് ആറ്റഭൂമിക്ക്. ബ്രിട്ടീഷ് ഗവൺമെന്റ് നടപ്പാക്കിയ വിവിധ ഭൂവസ്ത്രങ്ങളാണ് സെമീനാരി, മതംവാരി, പേർവാരി സമ്പ്രദായങ്ങൾ. ഈ വ്യവസ്ഥകൾ അനുസരിച്ച് കൃഷിയിൽ നിന്നുള്ള പരമാവധി ലാഭം കർഷകർക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതലുള്ള പഠിച്ചുള്ള സാധനങ്ങളായിട്ടുള്ളത്. അതിനാണ് ഈ മോണോക്രോണിക് പ്രോസസ് വന്നത്. ഇപ്പോൾ ഇത് ഒരു കൺസ്യൂമർ പ്രൊപ്പറേറ്ററുടെ വൈകിട്ട് സംഘടിപ്പിച്ച അസംബ്ലിയോടെ പ്രവർത്തനങ്ങൾക്ക് സമാപനം കുറിച്ചു. അവർക്ക് എങ്ങനെയൊക്കെ മനസ്സിലാകുന്ന ഇതിലൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ ഞാൻ കുറേ പേരോട് ക്വസ്റ്റ്യനുകൾ ചോദിച്ചു. ചിലർക്കത് അറിയത്തില്ല, ചിലർക്ക് അറിയാം. സാധാരണ ഉള്ള കാര്യമാണ്. എന്നുവെച്ചാൽ ഞാൻ ആദ്യമായിട്ട് എങ്ങനെ ക്ലാസ് എടുക്കുന്നത്, ഞാൻ ഇതിന് മുമ്പ് ക്ലാസ് എടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ പിള്ളേർക്കാണ്, നമ്മളെ ഏജിലുള്ള ആൾക്കല്ല, ചെറിയ ചെറിയ പിള്ളേർക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഒത്തിരി പിള്ളേർ മുന്നിൽ നിൽക്കുമ്പോൾ ടീച്ചേഴ്സിൻ്റെ ആ ഒരു കഷ്ടപ്പാടൊക്കെ നമുക്കറിയാൻ പറ്റും. എനിക്കിത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഒരു പ്രിൻസിപ്പൽ സ്ഥാനത്തിരിക്കാൻ പറ്റിയതിൽ എനിക്ക് നല്ല അഭിമാനമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ ഒരു അവസരം ഞാൻ നന്നായിട്ട് വിനിയോഗിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു സ്കൂൾ ജീവിതകാലത്ത് പിന്നീടൊക്കെ ആലോചിക്കുമ്പോൾ ഇതൊരു നല്ല മറക്കാൻ പറ്റാത്ത നല്ല സന്തോഷമുള്ളൊരു ഓർമ്മകളുമാണ്. ഇന്ന് മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മയായിരുന്നു. ഒരു ദിവസമാണെങ്കിലും ടീച്ചറായിട്ട് നിൽക്കുമ്പം ഭയങ്കര പ്രൗഡായിരുന്നു, ഭയങ്കര അഭിമാനം തോന്നി. എല്ലാവരും കുട്ടികളാണേലും നല്ല റെസ്പോണ്ട് ചെയ്തു. ആദ്യം കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എല്ലാവരുടെയും സപ്പോർട്ട് കാരണം അതൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു, നന്നായിട്ട് എടുക്കാൻ പറ്റി. ന്യൂസ് ബ്യൂറോ, കല്ലാനിക്കൽ. കോടിക്കുളം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി കരാട്ടെ പരിശീലനം ആരംഭിച്ചു. കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ധാരി കൂടിയായ സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോൺസൺ പഴയപീടികയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഹെഡ് മിസ്ട്രസ് ടെസ്സി തോമസ് സ്വാഗതം ആശംസിച്ചു. നിരവധി പേർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കുട്ടികളിൽ ആത്മവിശ്വാസവും സ്വയം പ്രതിരോധശേഷിയും വളർത്തുന്നതിനു വേണ്ടിയാണ് കോടിക്കുളം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി കരാട്ടെ പരിശീലനം ആരംഭിച്ചത്. കരിമണൂർ കരാട്ടെ സ്പോർട്സ് അക്കാദമി ചീഫ് ഇൻസ്ട്രക്ടർ ഷിഹാൻ ബേബി എബ്രഹാമിന്റെ നേതൃത്വത്തിൽ
കരാട്ടെ ദേശീയ വെങ്കല മെഡൽ ജേതാവായ റിൻഡു സെബാസ്റ്റ്യൻ, തൈക്കോണ്ടയിലും ബോക്സിംഗിലും ദേശീയ താരമായ സീനത്ത് എം എന്നിവരാണ് ക്ലാസുകൾ നയിക്കുന്നത്. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ധാരി കൂടിയായ സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോൺസൺ പഴയ പീടികയിൽ നിർവഹിച്ചു. ഉന്തി മരം കയറ്റി കഴിഞ്ഞാൽ മരം കയറ്റം പഠിക്കുമോ? ഇല്ല അല്ലേ? ഉന്തി മരം കയറ്റി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്ക് കൈ വിട്ടിയുമ്പോൾ താഴെ പോകും. നമുക്ക് നല്ല ആഗ്രഹം വേണം അല്ലേ? നല്ല ആഗ്രഹം വേണം. എന്ത് കാര്യത്തിലാണെങ്കിലും നല്ല ആഗ്രഹം വേണം. പഠിക്കാനാണെങ്കിൽ നല്ല ആഗ്രഹം വേണം, സ്പോർട്സിലാണെങ്കിൽ ആഗ്രഹം വേണം. മനസ്സ് അതിന് മാത്രം ഒരുങ്ങി തിളച്ച് നിൽക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതൊരു സ്പോർട്സ് ഐറ്റമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് നമുക്കൊരു സെൽഫ് ഡിസിപ്ലിൻ മതി. PTA പ്രസിഡന്റ് അഗസ്റ്റിൻ ജോസഫ് ആശംസകൾ നേർന്നു. ഹെഡ് മിസ്ട്രസ് ടെസി തോമസ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി മൈക്കൽ KJ കൃതജ്ഞതയും രേഖപ്പെടുത്തി. കുട്ടികൾ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ സംസ്ഥാന തലത്തിലും അല്ലെങ്കിൽ ദേശീയ തലത്തിലും ഒക്കെ കായിക മേളകളിൽ മുന്നോട്ട് വന്ന് അവർക്ക് വിജയം കൈവരിക്കാനും അതോടൊപ്പം തന്നെ അവർക്ക് മുന്നോട്ടുള്ള പഠനത്തിന് സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ പോലും നേടിത്തരുന്ന ഒരു ഇനമാണിത്. ന്യൂസ് ബ്യൂറോ, കോടിക്കുളം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ മേഖലയിലും സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്നു. കേരളത്തിന് പുറത്തുനിന്നുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്ന വ്യാജേന വീഡിയോ കോളുകൾ വിളിച്ചാണ് ആളുകളെ ഭയപ്പെടുത്തി പണം തട്ടുവാൻ ശ്രമിക്കുന്നത്. തൊടുപുഴയിലും സൈബർ തട്ടിപ്പിന് ശ്രമം നടന്നു. കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ IMA ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മുണ്ടുനടിൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അല്ലസർ മെഡിക്കൽ കോളേജിൽ ന്യൂറോ സർജറി വിഭാഗം പ്രവർത്തനം ആരംഭിക്കുകയാണെന്ന് ഡയറക്ടർ ഡോക്ടർ KM റിജാസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദമ്പതികൾ പരസ്പരം കാവൽ മാലാഖമാരാകണമെന്ന് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഇടുക്കി മേഖലാ സമ്മേളനം ചെറുതോണിയിൽ നടന്നു. ചെറുതോണി വ്യാപാര ഭവനിൽ നടന്ന മേഖലാ സമ്മേളനം ഫോട്ടോഗ്രാഫി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KM മാണി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.